2018 സീസണിലെ ഒരു IPL മത്സരം മൊഹാലിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും അന്നത്തെ കിങ്സ് 11 പഞ്ചാബും ഏറ്റുമുട്ടുന്നു. അന്ന് തല്ലുകൊള്ളിയായി മാറിയ ഒരു ലോകോത്തര ലെഗ് സ്പിന്നറുണ്ട്. അക്കാലത്ത് IPL സെൻസേഷനായി വിലസിയിരുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള സ്പിൻ മാന്ത്രികൻ റാഷിദ് ഖാൻ. റാഷിദ് അന്ന് IPLൽ സൺറൈസേഴ്സിന്റെ താരമാണ്. ആ റാഷിദിനെ കിങ്സ് 11 പഞ്ചാബ് ഇന്നിംഗ്സിലെ 14-ാം ഓവറിൽ തുടർച്ചയായി 4 സിക്സുകൾക്ക് പറത്തിയൊരു ബോസ് ഉണ്ട്, യൂണിവേഴ്സ് ബോസ് ക്രിസ് ഗെയിൽ. IPL ആരാധകർ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്ത ആ റാഷിദ് ഗെയിൽ പോരാട്ടം. അന്ന് റാഷിദിനുമേൽ സർവ്വ മേധാവിത്വവുമായി ഗെയിൽ തെളിയിച്ചൊരു കാര്യമുണ്ട്: ഐ ആം ദ ബോസ്, ഐ ആം ദി യൂണിവേഴ്സ് ബോസ് ഹിയർ. അന്ന് ഗെയിലിന്റെ സംഹാര താണ്ഡവത്തിന് സാക്ഷിയായി നോൺ സ്ട്രൈക്കർ എൻഡിൽ ഒരു മലയാളിയായിരുന്നു എന്നതും ചരിത്രം. ബാംഗ്ലൂർ മലയാളിയായ കരുൺ നായർ. തന്റെ ദിവസം ഏത് ബൗളർക്ക് നേരെയും ദയയുടെ അംശം പോലുമില്ലാതെ സമ്പൂർണ്ണ മേധാവിത്വം. അതായിരുന്നു ക്രിസ് ഗെയിൽ എന്ന കരീബിയൻ പവർ ഹൗസ്. ക്രീസിലെ കൈക്കരുത്തിന്റെ അടയാളമായി വാഴ്ത്തപ്പെട്ടു ഗെയിൽ എന്ന ഇടംകയ്യൻ ഓപ്പണർ. ആദ്യ പന്ത് നേരിടാനായി ഗെയിൽ ക്രീസിലേക്ക് വരുമ്പോഴേ ബൗളർക്ക് മുട്ടിടിക്കും. ആ ഉയരക്കാരന് മുന്നിൽ എവിടെ പന്തെറിയണം എന്ന് അറിയില്ല. T20 കരിയറിലുടനീളം ഗെയിലിനെതിരെ പന്തെറിഞ്ഞ എല്ലാ ബൗളർമാരും ഈ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. എവിടെയിട്ടാലും കാലനക്കം പോലുമില്ലാതെ ഗെയിൽ പന്ത് ഗാലറിയിലെത്തിക്കും. അതിന് ഫ്രണ്ട് ഫുട്ടിന്റെ ആനുകൂല്യം പോലും അയാൾക്ക് ആവശ്യമില്ലായിരുന്നു. അമിതാവേശമില്ലാതെ പന്ത് ബാറ്റിലേക്ക് വരുന്നത് കാത്തുനിന്ന് അത്ര കൂളായി ഗെയിൽ തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കും. അപാരമായ ടൈമിങ്ങും കരുത്തും ചേർന്ന റെയർ പീസ് അതായിരുന്നു IPLൽ യൂണിവേഴ്സ് ബോസ്. സിക്സറുകളുടെ മാലപ്പടക്കം എന്ന് വിശേഷിപ്പിക്കുന്നതാവും ഉചിതം. 2008 മുതൽ 2021 വരെ അതായിരുന്നു ക്രിസ് ഗെയിലിന്റെ IPL യുഗം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, കിങ്സ് 11 പഞ്ചാബ്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ എന്നീ 3 ടീമുകളുടെ കുപ്പായത്തിലാണ് ക്രിസ് ഗെയിൽ കളിച്ചത്. IPLലാകെ 141 ഇന്നിംഗ്സുകളിൽ 40 ശരാശരിയിലും 148.96 സ്ട്രൈക്ക് റേറ്റിലും ഗെയിലിന്റെ അക്കൗണ്ടിൽ 4965 റൺസ്. ഗെയിലിന്റെ പ്രഹരശേഷിക്ക് തെളിവായി ആ സ്ട്രൈക്ക് റേറ്റ് മതിയാകും. T20 ഫോർമാറ്റ് മത്സരമായ IPLൽ ഒരാൾക്ക് എത്ര സെഞ്ചുറി വരെ അടിക്കാൻ പറ്റും? ഗെയിൽ അടിച്ചുകൂട്ടിയത് 1ഉം 2ഉമല്ല 6 IPL ശതകങ്ങൾ. IPL സെഞ്ചുറികളുടെ കണക്കിൽ 8 എണ്ണമുള്ള വിരാട് കോഹ്ലിയും 7 ജോസ് ബട്ട്ലറും മാത്രമാണ് ഗെയിലിന് മുന്നിലുള്ളത്. കോഹ്ലിയാവട്ടെ ഗെയിലിനേക്കാൾ 100ലേറെ IPL മത്സരങ്ങൾ അധികം കളിച്ചു. 31 IPL 50കളും ഗെയിലിന് സ്വന്തം. IPLൽ ഗെയിൽ 357 സിക്സറുകൾ അടിച്ചുകൂട്ടി, അതും 141 ഇന്നിംഗ്സുകളിൽ. IPL സിക്സർ വേട്ടയിൽ ഗെയിലിന്റെ 7 അയലത്ത് ആരുമില്ല, പോരാത്തതിന് 404 ഫോറുകളും. ക്രിസ് ഗെയിലിന്റെ ബാറ്റിംഗിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇന്നിംഗ്സിനെ കുറിച്ച് പ്രത്യേകം പറയണം. IPLൽ RCBക്കായി പുറത്താകാതെ നേടിയ 175 റൺസ്. ഗെയിലിന്റെ മാത്രമല്ല, T20 ക്രിക്കറ്റിലെ തന്നെ ഉയർന്ന വ്യക്തിഗത സ്കോർ. IPL 2013 സീസണിലായിരുന്നു ആ അത്ഭുത ഇന്നിംഗ്സിന്റെ പിറവി. വേദി ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയം. പുനെ വാരിയേഴ്സിനെതിരെ ആരാധകർ കണ്ടത് ഗെയിൽ കൊടുങ്കാറ്റ്. ഭുവിയെയും ലോക് റൈറ്റിനെയും ഒഴികെ മറ്റെല്ലാ പുനെ ബൗളർമാരെയും തല്ലി പദം വരുത്തിയുള്ള ഗെയിൽ സിക്സർ ഷോ. 30 പന്തിൽ സെഞ്ചുറി, അതായത് വേഗമേറിയ IPL ശതകം. ബാംഗ്ലൂർ അന്ന് നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റിന് 263 റൺസ് എന്ന ഹിമാലയൻ നിലയിലെത്തിയപ്പോൾ ഗെയിൽ പുറത്താകാതെ 175 റൺസ്. ആ ബാറ്റിൽ നിന്ന് ഗാലറിയെ ചുംബിച്ചത് 17 സിക്സുകൾ, ബൗണ്ടറിയെ തലോടിയത് 13 ഫോറുകൾ. ഈശ്വർ പാണ്ഡെയും അശോക് ദിൻഡയും മിച്ചൽ മാഷും അലി മൊർത്താസയും ആരോൺ ഫിഞ്ചുമെല്ലാം അന്ന് നിന്ന് തല്ലുകൊണ്ടു. മറുപടി ബാറ്റിംഗിൽ പുനെ 113 റൺസിൽ ഒതുങ്ങിയപ്പോൾ 175 റൺസ് എടുത്ത ഗെയിൽ എന്ന ഒറ്റയാന് മുന്നിൽ തന്നെ അവർ തോൽവി സമ്മതിച്ചിരുന്നു. അതായിരുന്നു ഗെയിൽ. അത്ര മാരകമായിരുന്നു അയാളുടെ ഇന്നിംഗ്സുകൾ.